എപ്പോഴും ഒരു കലാകാരൻ നിലയ്ക്ക് എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്നും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അയാൾ എപ്പോഴും അയാളെ സ്വയം അയാളിലുള്ള കഴിവുകളെ ഇങ്ങനെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നമ്മുടേതായ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ക്രിട്ടിക് ആയിരിക്കണം. അപ്പം നമ്മളിലുള്ള നമ്മുടെ വേണ്ടാത്ത അംശങ്ങളെ നമ്മൾ കളയുകയും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നാണ് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വലിയ ആൾ ചെറിയ ആൾ എന്നുള്ളതല്ല. ഒരാൾക്ക് ഇപ്പോൾ അജിൻ സംസാരിക്കുന്നു, അജിനെ ഞാൻ വാച്ച് ചെയ്യുകയാണെങ്കിൽ അജിനിൽ നിന്ന് എനിക്കെന്തെങ്കിലും സ്വീകരിക്കാവുന്ന ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ അല്ലെങ്കിൽ അതെനിക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. അല്ലാതെ നിങ്ങളാര് അല്ലെങ്കിൽ അയാൾ ചെറുതോ വലുതോ അയാൾ എന്ത് തെളിയിച്ചു അങ്ങനെയൊന്നല്ല. തെളിയിക്കപ്പെടാത്ത ആളുകളും എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. തെളിയിക്കപ്പെട്ടില്ല എന്നുള്ള ചിലപ്പോൾ അയാളുടെ അന്നത്തെ ഒരു സാഹചര്യമായിരിക്കും. അല്ലാതെ അയാൾ കഴിവില്ലാത്ത ആളെന്നല്ല, കഴിവുള്ള ആളായിരിക്കും. പക്ഷേ അയാൾക്ക് അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, മറ്റുള്ളവർക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ വലിപ്പച്ചെറുപ്പമൊക്കെ ശരിക്കും പറയുവെച്ചാൽ അങ്ങനെയല്ല. അത് വലിപ്പച്ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അതോരത്ര ഭാഗ്യമൊക്കെയാണ്. വലിപ്പച്ചെറുപ്പത്തിനൊന്നും കാര്യമില്ല. ചേട്ടാ, ഇപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം മമ്മൂക്കി ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഓരോ ദിവസവും അഭിനയം മെനിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. മമ്മൂക്കിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ജ്വാല എന്ന സീരിയൽ അല്ലേ, മൂന്നേട്ടൻ്റെ ഒരു ബ്രേക്ക് എന്ന സീരിയൽ തന്നെയാണ്. എനിക്കൊരു ഭയങ്കരമായ ഹൈപ്പ് കിട്ടിയ ഒരു പ്രോജക്റ്റാണ്. അന്ന് കുറേ പ്രോജക്റ്റുകൾ അതിന് മുമ്പേയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഹെവി ഹൈപ്പായിരുന്നു. പറഞ്ഞാൽ ജ്വാലയായി ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിയിലിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോളേജിലെ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോഗ്രാഫിനൊക്കെ ഈ പുസ്തകമാണ് തരുന്നത്. പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഈ സൈൻ ചെയ്ത് ഇങ്ങനെ തള്ളുന്ന അങ്ങനെ ഒരു ലെവലിൽ, അതായത് ആളുകൾക്കിടയിൽ ഈ ഒരു പ്രോജക്റ്റ് അങ്ങ് കയറി അന്നൊരു പരിധിവരെ ദൂരദർശൻ്റെ ശക്തമായ ഒരു മോണോപ്പൊളി പോലെ നിൽക്കുന്ന സമയമാണ്. അതിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള അതൊരു എക്കാലത്തെ ഹിറ്റാണത് ആ പ്രോജക്റ്റ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത പ്രോജക്റ്റാണ് മമ്മൂക്കയുടെ അത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നതൊരു വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മമ്മൂക്കയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഡയറക്ടർ മാധവൻകുട്ടി സാറ് പറയുമ്പോഴും ഇപ്പം മാധവൻകുട്ടി സാറോട് ചോദിച്ചു, ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാ ചോദിച്ചു. മമ്മൂക്ക ചോദിച്ചു. മാധവൻകുട്ടി സാർ തന്നെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മുകുന്ദനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊള്ളാം, ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, കൊള്ളാം, അത് വേണം, നമുക്ക് മറ്റേ ആൾ ആലോചിച്ചാലെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അയാളാണ്. പിന്നെ അയാളാണ് ആനന്ദൻ, അല്ല ഞാനല്ല. അപ്പോൾ അവിടെ എന്തോ മമ്മൂക്കയ്ക്ക് അത് ഞാൻ കൊള്ളാം എന്ന് തോന്നിപ്പിച്ചത് എനിക്ക് ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കാനുണ്ടായ കാരണം എനിക്കറിയില്ല. കാരണം ഞാൻ അതിന് മുമ്പേ ഞാൻ ഈ സൈന്യം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മമ്മൂക്കയായിട്ടുള്ളൊരു വ്യക്തിബന്ധമൊക്കെ ഉണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ എന്താണെന്നറിയില്ല. അദ്ദേഹം കൊള്ളാം എന്ന് പുള്ളിക്ക് അത് വിലയിരുത്തി, അത് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നൊക്കെ ശരിക്കും അന്ന് യൂട്യൂബ് നമ്മളെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഈ സ്മാർട്ട് ഫോണൊന്നും ഇറങ്ങിയിട്ടില്ല. ജ്വാലയായുടെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഇതിൻ്റെ പൂജാവേള ഉണ്ടല്ലോ, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. ചെറിയൊരു കുഞ്ഞു പൂജ സ്ഥലമായിരുന്നു. അത് വെച്ചാൽ മീൻസ് അവിടെ തിരുവനന്തപുരത്ത് മ്യൂസിയം ഹാൾ എന്ന് പറഞ്ഞ ചെറിയൊരു ഹാളുണ്ട്, അവിടെ വെച്ചായിരുന്നു ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പേ. അപ്പോൾ ആ ഫംഗ്ഷനിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഓരോരുത്തരെ കുറിച്ച്, അതായത് നെടുമുടി വേണിച്ചേട്ടൻ അവരുടെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന വേണിച്ചേട്ടൻ്റെ മോനായിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത്. ഓരോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം എന്നെക്കുറിച്ച് പറഞ്ഞു. മുകുന്ദൻ പിന്നെ നമുക്ക് മലയാള സിനിമയിലെ മലയാള ടെലിവിഷൻ രംഗത്തെ സൂപ്പർ താരമാണല്ലോ. ഇത് മമ്മൂക്കയാണ് പറയുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് ചാനലിൽ ഒരു സ്മാർട്ട് ഫോണിൽ കയറ്റി ഇട്ടിരുന്നാൽ ഭയങ്കര ഹൈപ്പാ. നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഒന്നുമില്ല. ഒരു പ്രിന്റ് മീഡിയ ഉണ്ട്. വല്ലപ്പോഴും നാനയിലെ വെളിദേശത്തിൽ ഒരു പടം വന്നാൽ തന്നെ ഭയങ്കര സംഭവമാണ്. ഇപ്പം നമ്മൾക്കിപ്പോൾ വളരെ ഈ ശുഷ്കിച്ച, അതായത് വലിയ ടെക്നോളജി ഒന്നും അത്ര വളരാത്ത, നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമ്മളന്ന് യാത്ര ചെയ്ത് അങ്ങനെയുള്ളൊരു ഇതിലൂടെ സഞ്ചാരത്തിലൂടെ നമ്മൾ ആ ടെലിവിഷൻ പരമ്പരകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യങ്ങളുണ്ട്. അത് പറയണം. അതായത് ഇപ്പോൾ ഏതൊരു നടനെ സംബന്ധിച്ചും വലിയൊരു ആഗ്രഹങ്ങളാണ് എം ടി സാറിനൊക്കെ പോലുള്ള ആളുകളുടെ, അല്ല മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികളിൽ അഭിനയിക്കുക, അദ്ദേഹത്തിൻ്റെ പേനയിൽ എഴുതിയ ഒരു തിരക്കഥയിൽ അഭിനയിക്കുക എന്നൊക്കെ ഏതൊരു നടൻ്റെ സ്വപ്നങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമകളൊന്നും ചെയ്യാതെ തന്നെ ടെലിവിഷനിൽ ഇത്തരം അദ്ദേഹത്തിൻ്റെയൊക്കെ നിരവധി കഥകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എം ടി സാറിൻ്റെ
അതുപോലെ പ്രശസ്തരായ ഒരുപാട് എഴുത്തുകാരുടെ അന്നത്തെ ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കുന്ന പല എഴുത്തുകാരുടെയും കൃതികളൊക്കെ ടെലിവിഷൻ രൂപാന്തരം ഉണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ അന്നത്തെ പ്രസിദ്ധരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറയാച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, അതായത് അന്ന് ഈ അന്നത്തെ സാഹിത്യവും ടെലിവിഷനും ഒന്നിച്ചു പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ പല കൃതികളും അത് ടെലിവിഷൻ രൂപാന്തരം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള കൃതികളിലൊക്കെ അഭിനയിക്കാൻ പറ്റിയതും ഈ പ്രഗത്ഭരായ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഭാഗ്യമാണ്, ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇന്ന് അത് ആർക്കും ലഭിക്കാറില്ല. കാരണം ടെലിവിഷൻ പരമ്പരകൾ ഇന്നിപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരേ സമയത്ത് ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 45 ടെലിവിഷൻ പരമ്പരകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 എണ്ണം നടക്കുന്നുണ്ട്, 55 മുകളിൽ നടക്കുന്നുണ്ട് എൻ്റെ അറിവനുസരിച്ച്. എപ്പോഴും എന്നും അങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ഒരു എണ്ണം പോലും ചോദിച്ചാൽ ഇതിലൊരു എല്ലാ സ്വതന്ത്ര കൃതികളായിരിക്കും, അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും പഴയ ഹിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ റീമേക്കുകളായിരിക്കാം. അല്ലാതെ ഒരു സാഹിത്യ കൃതി അത് ആ നോവലിൻ്റെ ഇതാണ് ടെലിവിഷൻ രൂപാന്തരമാണെന്ന് പറയാവുന്ന ഒന്നും പോലും ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം ജനങ്ങൾ ആ വായനാശീലവും ആ കാലഘട്ടത്തിൽ വായനാശീലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ നന്നായി വായിക്കുമായിരുന്നു. വായനാശീലം ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം വായനാശീലം ഒരാളുടെ ഇമാജിനേഷനെയും അയാൾക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇമാജിനേഷൻ. അയാളുടെ ഭാവനയിലൂടെ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റണം. ഒരു സീൻ കേട്ടാലോ അല്ലെങ്കിൽ ഒരു സീൻ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ എഴുത്തുകാരൻ്റെ ഭാവനയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഒരു ഭാവനയും കൂടി ക്രിയേറ്റ് ചെയ്ത് നമുക്കിതിനൊരു ബ്ലെൻഡായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ഭാവന ഉണ്ടാവാനുള്ള ആ ഒരു ശീലം ഉണ്ടാകുന്ന ഏറ്റവും അതിന് ഒരു ആവശ്യമായ കാര്യമാണ് വായന. പ്രത്യേകിച്ച് അത് എന്ത് വായനയാണ്, ഇപ്പോൾ ഫിക്ഷൻ ആവാം അല്ലെങ്കിൽ മറ്റ് എന്ത് വായിക്കുകയാണെങ്കിലും വായനാശീലം ഉണ്ടാവണം എപ്പോഴും നല്ലതാണ്, ഒരു കലാകാരനെ സംബന്ധിച്ച് നല്ലതാണ്.